ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ മൈക്രോഗ്രീൻസ് വെച്ചിട്ടുള്ളൊരു തോരനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനു മുൻപ് മൈക്രോഗ്രീൻസ് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട്, അതും മണ്ണൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. അങ്ങനെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്ന മൈക്രോഗ്രീൻസ് വെച്ചിട്ട് നമുക്ക് ഒരു തോരനും കൂടി ഉണ്ടാക്കി നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെറുപയർ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന അതുപോലെ നമ്മളിത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു ദിവസം രാത്രി മുഴുവൻ ഇത് കുതിർക്കാൻ വെക്കുക. ഇത് കുതിർന്നതിന് ശേഷം മാത്രമേ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു രാത്രി ഞാനിതിപ്പം കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും നന്നായിട്ടിത് കുതിർന്ന് വന്നിട്ടുണ്ട് വെള്ളത്തിൽ. ഇതിനി നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ ട്രേയിലേക്ക് ഞാൻ കുറച്ച് നിരത്തിയിടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചെറുപയർ നമുക്കിതിൽ നിരത്തിയിടണം. അതിനായിട്ട് ഒന്നുകിൽ കുറച്ച് തുണി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് റീയൂസബിൾ ടിഷ്യൂ പേപ്പറാണ്. അതിന് പകരം നിങ്ങൾക്ക് തുണിയായിട്ട് എടുക്കാം. ഇതെടുത്തിട്ട് നമ്മൾ ആ ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. കാരണം നനവുള്ള ഒരു പ്രതലത്തിൽ വേണം നമുക്ക് ഈ ചെറുപയർ നിരത്തി ഇട്ട് കൊടുക്കാൻ. ഈ ട്രേയിലേക്ക് ഞാൻ വിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളത്തിൽ കുതിർന്ന് കിടന്നാൽ മാത്രം മതി. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് വന്നിട്ടുള്ള ചെറുപയർ നമുക്കിതിൽ നിരത്തിയിട്ട് കൊടുക്കാം. ഇതിൽ ചെറുതായിട്ട് മുള പൊട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഒത്തിരി കൂടുതലായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ, ഞാനിപ്പോൾ ഒരു ട്രേയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2-3 ട്രേയിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പിളായിട്ട് ഒരു ട്രേ ഞാൻ കാണിക്കുകയാണ്. അതിൻ്റെ മുകളിലും നമ്മളൊരു നനച്ച തുണി ഇട്ട് കൊടുക്കണം. ഇതിന് നമ്മൾ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് മാറ്റി വെക്കണം. ഇതിലേക്ക് കിളിർപ്പ് വരുന്നിടം വരെ നമ്മളിത് മാറ്റി വെക്കുക. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇതിൽ ചെറുതായിട്ട് കിളിർപ്പ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ചെറിയ പൊടി പൊടിയായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ എല്ലാ ചെറുപയറിലും നമുക്ക് ഒരു നൂല് പോലെ കാണാൻ പറ്റുന്നുണ്ട്, അത് പൊട്ടി വന്നിട്ടുള്ളതാണ്. ഇനി നമുക്കിത് നമ്മൾ ഗ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേയിലേക്ക് മാറ്റണം. ഞാൻ ഇതുപോലത്തെ ട്രേ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രേ എടുക്കാം. ഇതിലിനി നമ്മൾ സോയിൽ ഒന്നും നമ്മൾ ഇടുന്നില്ല, ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ കുറച്ച് കനത്തിൽ നമ്മുടെ ട്രേയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ട്രേയുടെ അടിയിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഇപ്പോഴും നമ്മൾ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് വെറ്റായി കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കിളിപ്പ് വന്നിട്ടുള്ള ചെറുപയർ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഒരു അകന്ന്. കാരണം ഇത് കിളുത്ത് വരുമ്പോൾ തന്നെ ചെടികൾക്ക് അതിൻ്റെ അകത്ത് നന്നായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മൾ അതിന് കൊടുക്കണം. അതുകൊണ്ട് ഒത്തിരിയും തിക്കി ഇടേണ്ട കാര്യമില്ല. ഈ രീതിയിൽ നമ്മളൊന്ന് ഇട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മളിതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പം എല്ലാ ട്രേയും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം കുറച്ച് നേരമെങ്കിലും കിട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലും വെക്കണം. ഫുൾ ടൈം സൂര്യപ്രകാശം കിട്ടണമെന്നില്ല, എങ്കിലും ഞാനിവിടെ എൻ്റെ ബാൽക്കണിയിലാണ് വെക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് കുറച്ച് നേരം കിട്ടും. രാവിലത്തെ പ്രകാശം നന്നായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇതിൽ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴുകി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ സ്പ്രേ ചെയ്യില്ല. ഇപ്പം നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഇതിൽ ഇലകൾ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ ദിവസം ചെറിയ വള്ളി പോലെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇലയായിട്ട് തന്നെ അതിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഇതിൽ രാവിലെയും വൈകുന്നേരവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് അടുത്ത ദിവസം ആയപ്പോഴത്തേനും ഇലകൾക്ക് കുറച്ചും കൂടി ലെങ്ത് വെച്ചിട്ടുണ്ട്.
നമുക്കിങ്ങനെ ഓരോ ദിവസവും നമ്മൾ നോക്കുക, ഓരോ ദിവസം രാവിലെയും വൈകുന്നേരവും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇത് നന്നായിട്ട് വരും. ചെറുപയർ ഏകദേശം ഒരാഴ്ചയോളം മാത്രമാണ് എടുക്കുന്നത്. ഓരോ സീഡും ഓരോ രീതിയിലായിരിക്കും. ഇതാ നെക്സ്റ്റ് ഡേ ആയപ്പോൾ കുറച്ചും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അത് മുകളിലേക്ക് നീളത്തിൽ തണ്ടും വന്നിട്ടുണ്ട്, ഇലയും വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ കടുക്, വൻപയർ, കടല ഏത് വേണമെങ്കിലും നമുക്കിതുപോലെ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ഇലകളിൽ നമുക്ക് നല്ല വിഷം അടിച്ചിട്ടാണ് ഇലകളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലമേ വരില്ല. നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഗുണമുള്ള സാധനമാണ്. നമുക്ക് വീട്ടിലിത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അപ്പം എല്ലാ ട്രേയിലും നമുക്ക് നോക്കിയാൽ കാണാം ചെറുതായിട്ട് ഇലകൾ പൊട്ടി ചെടി പോലെ വരുന്നുണ്ട്. ഓരോ സീഡിനും ഓരോ ടൈമായിരിക്കും എടുക്കുക. ഇല വരാനും അതുപോലെ അത് കിളുത്ത് നമ്മുടെ പാകമായിട്ട് വരാനും എല്ലാം ഓരോ ടൈമായിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് ഡേ ആയപ്പോൾ നമ്മുടെ ഇലകളൊക്കെ നന്നായിട്ട് കുറച്ചും കൂടെ നമുക്ക് വിസിബിളായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതാ അടുത്ത ദിവസമായപ്പം കുറച്ചും കൂടി വന്നിട്ടുണ്ട്. കുറേ ഇലകൾ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒത്തിരി നമ്മൾ തിക്കിയിട്ടാൽ ഇതുപോലെ മുകളിലേക്ക് എല്ലാം കൂടെ വരാനുള്ളൊരു സ്പേസ് അതിന് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടത് കൊണ്ടാണ് നമ്മുടെ ചെടികളെല്ലാം മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാ ഇപ്പം ഏകദേശം നമ്മുടെ ഇലകളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ദിവസം കൂടെ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലവണ്ണം വളർന്നു വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാത്തിലും ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എന്താ തണ്ടിൻ്റെയൊക്കെ നീളം കാണുന്നുണ്ടല്ലോ നിങ്ങൾ. തണ്ടിനൊക്കെ നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അത് ചുവടിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത് മാറ്റാം. വേര് നമുക്ക് വേണ്ട. വേര് ചേർത്ത് തന്നെ നമുക്കൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോ ട്രേയിൽ നിന്നും നമുക്ക് ഇലകൾ കട്ട് ചെയ്ത് മാറ്റാം. തണ്ടോടുകൂടി തന്നെ ഇലകൾ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. കാരണം ഒട്ടും കനമില്ലാത്ത തണ്ടാണ്, അതും നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ രീതിയിൽ നമുക്ക് മുഴുവനും ഇലകൾ കട്ട് ചെയ്ത് മാറ്റാം ട്രേയിൽ നിന്ന്. ട്രേയുടെ അടിയിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ആ വേരുകൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെ എല്ലാത്തിൽ നിന്നും നമ്മൾ ഇലകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നമ്മൾ സാധാരണ ഇലകളൊക്കെ കറി വയ്ക്കുന്ന പോലെ ചെറുതായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തോരൻ വയ്ക്കാം. നമ്മളിത് തണ്ടും ഇലയും കൂടി ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്, ഉള്ളി, അതുപോലെ കുറച്ച് പച്ചമുളക് ഇതെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഒരു മിക്സർ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. നിങ്ങൾ ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഞാനിപ്പോൾ ജീരകം ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്ന് കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതുപോലെ ഞാൻ കുറച്ച് വത്തൽമുളക്, ചുവന്ന മുളക് മുറിച്ചതാണ്, അതും കൂടി ഇട്ട് ഇളക്കണം. വീണ്ടും വേണ്ടത് കറിവേപ്പിലയാണ്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ആ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമുക്കിനി അടുത്തത് ചേർക്കേണ്ടത്. ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, തേങ്ങയും ഉള്ളിയും മുളകും കൂടെ ചതച്ച് വെച്ചതാണ്, അത് നമുക്കൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് ഇച്ചിരി ഒന്ന് വറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് ആദ്യമേ ഇളക്കി കൊടുക്കാം. കാരണം നമ്മുടെ ഇലകൾ നമുക്ക് ഒത്തിരി നേരം കിടന്ന് തീയിൽ കിടക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, പെട്ടെന്ന് തന്നെ വേവും. അതുകൊണ്ട് ഈ തേങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒന്ന് വെള്ളം വറ്റി തേങ്ങ ഒന്ന് പകുതി വേവാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇലയൊന്ന് വാടി വരണം. തേങ്ങയുടെ അരപ്പും ഈ ഇലയും കൂടി നന്നായിട്ട് മിക്സായി. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനി പതുക്കെ നമ്മൾ ഇടയ്ക്കെല്ലാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി.
ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പിനും ചേർക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്നും വലിഞ്ഞാൽ മാത്രം മതി. ഇല പെട്ടെന്ന് വേവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇല പോലും കാണാൻ പോലും പറ്റുന്നില്ലാത്ത രീതിയിൽ അത് വാടി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഉള്ള ഒരു ഡിഷാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുറത്തൊന്നും മേടിക്കുന്നില്ല, വിഷം അടിച്ച ഇലയൊന്നും അല്ല, നമ്മുടെ വീട്ടിൽ നല്ലോണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.